ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി നാരങ്ങച്ചാറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആയപ്പോഴത്തേനും അത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങയിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും സുറുക്കിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിൽ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങച്ചാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ഇത്തിരി ആഡ് ചെയ്തു, അത് കാരണം അതിങ്ങനെ പതിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും അതുപോലെ തന്നെ വേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ ഉപ്പും മുളക് പൊടിയും സുറുക്കിയും ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായം പൊടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലോണം തിളച്ച് നല്ല കുറുകിയൊക്കെ വന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.